ഇനി നമ്മൾ പാലക്കാട്ടേക്കാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ കൃഷ്ണസ്വാമിയുടേത് ആദിവാസി ഭൂമി ആയിരുന്നുവെന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ പറയുന്നത്. അതെ, തണ്ടപ്പേര് അനുവദിക്കാത്തതിൽ മനംനൊന്താണ് കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ തണ്ടപ്പേര് അനുവദിക്കുന്നതിൽ ഈ ആദിവാസി ഭൂമിയാണെന്നുള്ള കാര്യങ്ങളിലടക്കം സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ പറയുന്നത്. കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യയിൽ വില്ലേജ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന ഡെപ്യൂട്ടി കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇതിന് ബലം നൽകുന്ന വാദവുമായി ജില്ലാ കളക്ടറും രംഗത്തെത്തിയത്. കൃഷ്ണസ്വാമിയുടേത് ആദിവാസി ഭൂമിയാണ്. 2024 ഇതേ ഭൂമിക്ക് തണ്ടപ്പേര് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു അപേക്ഷ വന്നു. ആ അപേക്ഷയിന്മേൽ 10 മാസമായി ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ആദിവാസി ഭൂമി വ്യാപകമായി അട്ടപ്പാടിയിൽ കയ്യേറ്റത്തിന് വിധേയമാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടറുടെ പ്രസ്താവന ഗൗരവകരമാണ്. 2024 അതായത് ഇദ്ദേഹത്തിന്റെ തന്നെ ഭൂമിയാണെന്ന് പറയുന്നത്. ആ ഭൂമിയിൽ മുമ്പൊരു അപേക്ഷ വന്നത്. അപ്പം അതിൽ ആ അപേക്ഷയിൽ പക്ഷേ നമ്മൾ ഫോം എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫസ്റ്റ് നടപടിയുണ്ട്. അത് മാത്രം നമ്മൾ സ്വീകരിച്ചിട്ട് സബ്സിക്വൻറ്റ് സ്റ്റെപ്സ് ഒന്നും ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ അദ്ദേഹം മറ്റുള്ള രേഖകൾ ഹാജരാക്കാതിരുന്നതിനാലാവാം. മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ഭൂമിയുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ അത് ശരിക്കും ഒറിജിനലി അതൊരു ആദിവാസിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഭൂമിയാണെന്നാണ് മനസ്സിലാവുന്നത്. തങ്ങൾ മറ്റൊരു വ്യക്തിയിൽ നിന്നും പണം കൊടുത്ത് ഭൂമി വാങ്ങിയതാണെന്നാണ് കൃഷ്ണസ്വാമിയുടെ കുടുംബം പറയുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റാരെങ്കിലും ഈ ഭൂമി കയ്യേറി വിൽപ്പന നടത്തിയതാകാൻ സാധ്യതയുണ്ട്. ആദിവാസി ഭൂമി ആദിവാസി അല്ലാത്ത വ്യക്തികൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവില്ലാതെ വാങ്ങുവാൻ പാടില്ല എന്നതാണ് നിയമം. ഡെപ്യൂട്ടി കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം നടത്താനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. കൃഷ്ണസ്വാമിയുടെ കുടുംബത്തിന്റെ കയ്യിലുള്ള രേഖകളും തണ്ടപ്പേരിനായി അപേക്ഷ നൽകിയ രണ്ടാം കക്ഷി മുഹമ്മദ് മഹീൻ അലിയുടെ രേഖകളും വിശദമായി പരിശോധിക്കും. കൃഷ്ണസ്വാമി നേരത്തെ നൽകിയ അപേക്ഷയിലും കൂടുതൽ അന്വേഷണം നടത്തും. മീഡിയ 1 പാലക്കാട്. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാൻ. സാജിദ്, ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണോ? പ്രത്യേകിച്ചും ഈ ആദിവാസി ഭൂമി വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കൃഷ്ണസ്വാമി ആദിവാസി ഭൂമി വില കൊടുത്ത് വാങ്ങി എന്ന് പറയുന്നത്? അതായത് വളരെ നേരത്തെ ആദിവാസി ഭൂമിയാവുകയും പിന്നീട് മറ്റാരോ തട്ടിയെടുക്കുകയും ശേഷം അയാൾ വിൽപ്പന നടത്തുകയൊക്കെ ചെയ്തതാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടല്ലോ. നൗഫൽ പറഞ്ഞ സാധ്യതയാണ് കൂടുതൽ ഉള്ളത്. കാരണം നിയമപ്രകാരം ആദിവാസി ഭൂമി ആദിവാസി അല്ലാത്ത മറ്റ് ഒരാൾക്ക് വിൽക്കുവാൻ കഴിയില്ല, അത് വാങ്ങുവാനും കഴിയില്ല. അങ്ങനെ ഈ ആദിവാസിക്ക് ഒരു ഭൂമി വിൽപ്പന നടത്തണമെങ്കിൽ അതത് ജില്ലാ കളക്ടർമാർ ഒരു പ്രത്യേക ഉത്തരവിറക്കണം. അത് തന്നെ ജില്ലാ കളക്ടർമാർ ഒരു ആദിവാസി അപേക്ഷ നൽകിയ ഉടൻ തന്നെ ആ ഭൂമി അങ്ങനെ വിൽപ്പന നടത്താൻ അനുമതി നൽകാൻ കഴിയില്ല. കാരണം അവരുടെ ഈ അത്രയും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ജപ്തി ഭീഷണി നേരിടുകയോ അതോടൊപ്പം തന്നെ ആരോഗ്യ കാരണങ്ങൾക്ക് വേണ്ടി ഒക്കെയാണ് ഇത്തരം ഭൂമി വിൽപ്പന നടത്താൻ അനുമതി നൽകാൻ ജില്ലാ കളക്ടർക്ക് തന്നെ അനുമതി ഉള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ തണ്ടപ്പേരിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കൃഷ്ണസ്വാമിയുടെ ഭൂമി ആദിവാസി ഭൂമി ആയിരുന്നു എന്നുള്ള ഒരു കാര്യം ജില്ലാ കളക്ടർ തന്നെ തുറന്ന് പറയുന്നത്. ഇത് അതീവ ഗൗരവകരമായ ഒരു കാര്യമാണ്. കാരണം അട്ടപ്പാടിയിൽ ആദിവാസി ഭൂമി വലിയ തോതിൽ അന്യാധീനപ്പെടുന്നു, കയ്യേറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു കാര്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ രീതിയിൽ മരിച്ചൊരു കൃഷ്ണസ്വാമിയുടെ ഭൂമി പോലും ആദിവാസി ഭൂമിയായിരുന്നു എന്നുള്ളത് ജില്ലാ കളക്ടർ തന്നെ പറയുന്നത്. ഇത് കൃഷ്ണസ്വാമി മറ്റൊരാളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. കൃഷ്ണസ്വാമിയുടെ അമ്മയുടെ പേരിലാണ് ഈ ഭൂമി ഉള്ളത്. ഈ കൃഷ്ണസ്വാമിയുടെ അമ്മ ഈ ഭൂമി വാങ്ങുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും ആദിവാസിയെ പറ്റിച്ചുകൊണ്ട് ഈ ഭൂമി തട്ടിയെടുത്ത് ഈ വ്യാജമായ രേഖകൾ ഉണ്ടാക്കിയതാവാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇത് ഈ ഭൂമിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് ആദിവാസി ഭൂമിയായിരുന്നു എന്ന് കളക്ടർ മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അത് ഇനി അതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ തണ്ടപ്പേര് മാറി നൽകുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമായി അട്ടപ്പാടിയിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒരു റീസർവേ നടക്കണം. അത് ഡിജിറ്റൽ സർവേ തന്നെ നടക്കേണ്ടി വരും. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഉണ്ടാവേണ്ടത്. ശരി, സാജിദ് അജ്മലാണ് പാലക്കാട് നിന്ന് വിവരം നൽകിയത്. അതായത് ഈ കൃഷ്ണസ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ അങ്ങേറ്റം കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ, അല്ലേ? ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. തണ്ടപ്പേര് ലഭിക്കാത്തത് പ്രശ്നം വേറെയും ആളുകൾക്ക് അട്ടപ്പാടിയിൽ ഉണ്ട് എന്ന് നമ്മുടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതെ.